ഇന്നത്തെ നമ്മുടെ വീഡിയോ വീട്ടിൽ ഓവനൊക്കെ ഉണ്ടായിട്ടും അത് ഉപയോഗിക്കാത്തവർക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു കേട്ടോ. കാരണം ഞാൻ മുമ്പ് കൺവെൻഷൻ ഓവനിൽ കേക്ക് ബേക്ക് ചെയ്യുന്നത് ഇട്ടപ്പോൾ അത് ഒരുപാട് പേര് കണ്ടിട്ട് അവരുടെ ഓവനിലൊക്കെ കേക്കൊക്കെ ബേക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഓവനിൽ കുക്കീസാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കൺവെൻഷൻ ഓവനിൽ കുക്കീസ് ബേക്ക് ചെയ്തെടുക്കുക എന്നുള്ളതൊന്ന് കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കൺവെൻഷൻ ഓവന്. ഞാനിപ്പോൾ സാംസങ്ങിൻ്റെ 28 ലിറ്ററിൻ്റെ കൺവെൻഷൻ ഓവനാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ 2 വയർ റാക്കുകളാണ് ഉണ്ടാകുക. രണ്ടിൻ്റെയും സ്റ്റാൻഡ്, അതായത് ഈ ഒരു കാലുണ്ടല്ലോ, അത് 2 ഹൈറ്റിലാണ് കേട്ടോ ഉള്ളത്. ഇത് ചെറിയൊരു ഹൈറ്റിൽ. അപ്പോൾ ഇതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് കുക്കീസ് ബേക്ക് ചെയ്യാൻ ഈ ഒരു ഹൈറ്റിലുള്ള വയർ റാക്കാണ് വേണ്ടത്. കൺവെൻഷൻ ഓവൻ്റെ പ്രത്യേകത OTG പോലെയല്ല, മുകളിൽ നിന്ന് മാത്രമേ ഉള്ളൂ ചൂട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ മുകളിലെ ചൂടാവുന്ന കോയിലാണ് കേട്ടോ ഇത്. അതിൻ്റെ തൊട്ട് താഴെയാണ് നമ്മുടെ കുക്കീസൊക്കെ ബേക്ക് ചെയ്യാൻ വെക്കേണ്ടത്. എന്നാലുള്ള കുക്കീസൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഏത് ബേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും, കേക്കാണെന്നുണ്ടെങ്കിലും, കുക്കീസ് ആണെങ്കിലൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം ഓവന് പ്രീഹീറ്റ് ചെയ്യണം, അതായത് ചൂടാക്കിയിടണം. അപ്പോൾ അതാ ഞാൻ ഓവന് പ്ലഗ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാ പ്ലഗ് ഓൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരിക. എന്നിട്ട് നമുക്ക് ഈ ഒരു ഹയർ റാക്ക് തന്നെ വെച്ച് കൊടുക്കാം പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഓവനിൻ്റെ കമ്പനി അനുസരിച്ചിട്ട്, കൺവെൻഷൻ ഓവനാണെന്നുണ്ടെങ്കിലും കമ്പനി അനുസരിച്ചിട്ടൊക്കെ ടെമ്പറേച്ചറിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും കേട്ടോ. അതുപോലെ തന്നെ ഇതിന് ടച്ച് അല്ല കേട്ടോ, ഈ ഒരു സാംസങ്ങിൻ്റെ ഓവന് ബട്ടണാണ് വരുന്നത്. അപ്പോൾ അതിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഈ ഒരു കമ്പനിയിൽ തന്നെ ഓവന് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. കൂടാതെ ഇത് 2016 മോഡൽ വാങ്ങിയിട്ടുള്ള ഓവനാണ് കേട്ടോ, അന്ന് വാങ്ങിയിട്ടുള്ള ഓവനാണ്. അപ്പോൾ ഇപ്പോൾ പുതുതായിട്ട് ഓവനിൻ്റെ അതുപോലെ ഈ ഒരു സെറ്റിങ്സിലൊക്കെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളതും കൂടി നിങ്ങൾ നോക്കണം കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇനി നമുക്കിതാ കൺവെൻഷൻ ഓൺ ചെയ്ത് കൊടുക്കാം. കൺവെൻഷൻ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇതാ 180 ഡിഗ്രിയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കൂട്ടി കൊടുക്കണം. ഞാനിതാ 200 ഡിഗ്രിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ബിസ്ക്കറ്റൊക്കെ നമ്മൾ 200 ഡിഗ്രിയിലാണ് ബേക്ക് ചെയ്യാം. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇതിൽ 0 വരും കേട്ടോ, ടൈം വെച്ച് കൊടുക്കാനുള്ളത്. അപ്പോൾ ആ ഒരു ടൈം നമ്മൾ കൂട്ടി കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ പ്രീഹീറ്റ് ചെയ്യുന്നത് 10 മിനിറ്റാണ് കേട്ടോ. 10 മിനിറ്റും കൊണ്ട് ഓവന് നന്നായിട്ട് ചൂടായിട്ടുണ്ടാവും. 10 മിനിറ്റ് വെച്ചിട്ട് നമ്മളിതാ സ്റ്റാർട്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമ്മൾ കുക്കീസിന് വേണ്ട മാവൊക്കെ റെഡിയാക്കി എടുത്തു. അപ്പോൾ കുക്കീസൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയായിരിക്കും. നമ്മൾ കുക്കീസിൻ്റെ റെസിപ്പിയൊക്കെ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അമൃതംപൊടി വെച്ചിട്ടുള്ളൊരു ചോക്ലേറ്റ് കുക്കീസാണ്. അപ്പോൾ അത് ഞാനിതാ 10 മിനിറ്റ് കഴിഞ്ഞ് ചൂടായതിന് ശേഷം ഓവനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മൾ കൺവെൻഷൻ സെലക്ട് ചെയ്തു, 200 ഡിഗ്രി സെലക്ട് ചെയ്തു. ഇനി ഇതാ ഓട്ടോമാറ്റിക്കായിട്ട് ടൈം വരാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ ഇവിടെ 0 ആവുന്ന സമയത്ത് നമുക്കിതാ ഒരു പ്ലസ് ബട്ടണിൽ നമ്മൾക്ക് സമയം വെച്ച് കൊടുക്കാം കേട്ടോ. 15 മിനിറ്റാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ 15 മിനിറ്റ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ബട്ടൺ കൊടുക്കാം. അപ്പോൾ അതാ ഓവനിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ടല്ലോ അല്ലേ. OTGയിൽ ഇങ്ങനെ കറങ്ങില്ല കേട്ടോ. അപ്പോൾ ഓവനിൽ ഇങ്ങനെ കറങ്ങുന്ന ഓവനാകുമ്പോൾ നമ്മൾ അതിൽ വെക്കുന്ന പാനിൻ്റെ സൈസും കൂടെ നോക്കണം കേട്ടോ. സൈഡിൽ തട്ടാത്തത് വേണം വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതാ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഓവൻ ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ അതാ കുക്കീസൊക്കെ കുറച്ചും കൂടെ കണ്ടില്ലേ, ഒന്ന് വലുതായി വന്നിട്ടുണ്ട്. അതുപോലെ ഇതാ ചെറുതായിട്ട് ഇങ്ങനെ വിള്ളലും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആയാൽ ഇത് വെന്തു എന്നാണ് കേട്ടോ അർത്ഥം. ഇനി വേറെ ഒന്നും ചെയ്യേണ്ട. ഈ ഒരു സമയത്ത് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ആയിട്ടില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇത് പുറത്തെടുത്ത് വെച്ച് ഒന്ന് തണുത്ത് കഴിഞ്ഞാലുള്ളൂ ശരിക്കും നമുക്ക് കുക്കീസിൻ്റെ ആ ഒരു ടെക്സ്ചറിൽ കിട്ടുക കേട്ടോ, നല്ല ക്രിസ്പി ആയിട്ട്. ഇനി ഇത് ചൂടാറിക്കഴിഞ്ഞാൽ നല്ല പൊട്ടുന്ന പരുവത്തിലുള്ള കുക്കീസായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് കുക്കീസ് റെഡിയാക്കി എടുക്കുകയാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഓവനിൽ നിന്ന് എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. ചൂടാറി കഴിഞ്ഞാലേ ഉള്ളൂ കുക്കീസിൻ്റെ ആ ഒരു ടെക്സ്ചർ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാവരും മറക്കാതെ ഒന്ന് ഓർമ്മിച്ചിരിക്കാം. പിന്നെ നിങ്ങൾക്കൊരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത് കേട്ടോ. താങ്ക്